കുറച്ചാൾക്കെങ്കിലും തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണ് പ്രവാസികളുടെ ഇന്ത്യയിലുള്ള ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റി, നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനെ നിങ്ങൾ തെറ്റായ രീതിയിൽ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രവാസി സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ആരാണ് ഈ പ്രവാസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരിക, നോൺ റെസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരിക എന്നുള്ളതാണ്. ജോലി ആവശ്യാർത്ഥം ഒരു സാമ്പത്തിക വർഷം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണ് പ്രവാസി അല്ലെങ്കിൽ നോൺ റെസിഡന്റ് എന്നുള്ള കാറ്റഗറിയിൽ ഇൻകം ടാക്സിൽ വരുന്നത്. അങ്ങനെയുള്ള ഒരു നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശത്തു നിന്ന് അധ്വാനിച്ച് കിട്ടുന്ന, കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭത്തിനൊന്നും ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കുകയോ അതിന്റെ കണക്ക് കാണിക്കുകയൊന്നും വേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ നോൺ റെസിഡന്റ് ആയിരിക്കെ തന്നെ ഇന്ത്യയിൽ അവർക്ക് എന്തെങ്കിലും വരുമാനമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്വത്ത് വിറ്റു, ലാൻഡ് വിറ്റു, ബിൽഡിംഗ് വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ബിൽഡിംഗ് വാടക കൊടുത്ത് കിട്ടുന്ന വാടക, അതിന്റെ ഇൻകം, പിന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക്, അതേപോലെ തന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും അവർ ഏതെങ്കിലും ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പ്രവാസി നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ടാക്സ് അടക്കുകയും വേണമെന്നാണ് നിയമം. അതല്ലാതെ ഇപ്പം ഞാൻ ഇന്നലെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അപ്പം പ്രവാസ ലോകത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയൊക്കെ പിടിച്ചെടുക്കും, അങ്ങനെയൊക്കെ കുറെ ആൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് പ്രവാസിയാണെങ്കിലും ഇന്ത്യയിലുള്ള ആളാണെങ്കിലും ഇന്ത്യയിൽ കണക്ക് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ പണ്ട് കേട്ട് വളർന്ന, കേട്ട് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതും നിയമവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള വിവരങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക.